ഷെഡ് കോഡുകൾ, ലോക്കോമോട്ടീവ് ഷെഡ് കോഡ്സ്. ഷെഡ് കോഡ് എന്നത് ആ പ്രത്യേക ലോക്കോമോട്ടീവ് ഏത് മെയിൻ്റനൻസ് ഡിപ്പോയുടെ ഹോം ഷെഡ് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന 3 അല്ലെങ്കിൽ 4 അക്ഷരങ്ങളുള്ള ചുരുക്കപ്പേരാണ്. എന്താണ് ഷെഡ്? റെയിൽവേയുടെ ഭാഷയിൽ ഒരു ഷെഡ്, ലോക്കോമോട്ടീവ് ഷെഡ് ഓർ ട്രിപ്പ് ഷെഡ് എന്നത് ഡീസൽ അല്ലെങ്കിൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ ദൈനംദിന അറ്റകുറ്റപ്പണികൾ, ഇന്ധനം നിറയ്ക്കൽ, ലഘുവായ അറ്റകുറ്റപ്പണികൾ എന്നിവ നടത്തുന്ന കേന്ദ്രമാണ്. ഓരോ ഷെഡും ഇന്ത്യൻ റെയിൽവേയുടെ ഒരു പ്രത്യേക സോണൽ റെയിൽവേയുടെ ഭാഗമായിരിക്കും. ഷെഡ് കോഡുകളുടെ പ്രാധാന്യം: 1. മെയിൻ്റനൻസ് ഡിപ്പോയെ തിരിച്ചറിയുന്നു. ഒരു ലോക്കോയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ നിശ്ചിത സമയപരിധിക്കുള്ള മെയിൻ്റനൻസ് ആവശ്യമായി വരികയോ ചെയ്യുമ്പോൾ അതിനെ തിരികെ അയക്കേണ്ടത് ഏത് ഷെഡിലേക്കാണ് എന്ന് ഈ കോഡ് വ്യക്തമാക്കുന്നു. 2. പ്രവർത്തനപരമായ മേഖല: ഓരോ ഷെഡും ഒരു പ്രത്യേക സോണൽ റെയിൽവേയുടെ ഭാഗമായതിനാൽ ലോക്കോ ഏത് മേഖലയിലാണ് പ്രധാനമായും സർവീസ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കാം. 3. എളുപ്പത്തിലുള്ള ട്രാക്കിംഗ്: ലോക്കോമോട്ടീവുകളുടെ നീക്കം, ലഭ്യത, പരിപാലന റെക്കോർഡുകൾ എന്നിവ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇത് റെയിൽവേ അധികാരികളെ സഹായിക്കുന്നു. പ്രധാനപ്പെട്ട ചില ഷെഡ് കോഡുകളും അവയുടെ സ്ഥാനങ്ങളും. ഷെഡ് കോഡ്: പേര്, സംസ്ഥാനം: സോണൽ റെയിൽവേ, ഇയേഴ്സ്: എറണാകുളം ഡീസൽ ലോക്കോ ഷെഡ്. കേരളം: സതേൺ റെയിൽവേ, SR. GOC: ഗോൾഡൻ റോക്ക്, GOC ഡീസൽ ഷെഡ്, തമിഴ്നാട്. സതേൺ റെയിൽവേ, SR. KJM: കൃഷ്ണരാജപുരം, KJM ഡീസൽ ഇലക്ട്രിക് ഷെഡ്, കർണാടക. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ, SWR. ET: ഇറ്റാർസി, ET ഡീസൽ/ഇലക്ട്രിക് ഷെഡ്, മധ്യപ്രദേശ്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ, WCR. LGD: ലാലാഗുഡ, LGD ഇലക്ട്രിക് ഷെഡ്, തെലങ്കാന. സൗത്ത് സെൻട്രൽ റെയിൽവേ, SCR. KZJ: കാസിപ്പേറ്റ്, KZJ ഡീസൽ ഷെഡ്, തെലങ്കാന. സൗത്ത് സെൻട്രൽ റെയിൽവേ, SCR. ഉദാഹരണത്തിന്, ഒരു ലോക്കോമോട്ടീവിൽ വാഗ് 9310 50 ഇയേഴ്സ് എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ വാഗ് 931050 ഇതാണ് ക്ലാസ് കോഡും സീരിയൽ നമ്പറും. ERS- ഈ ലോക്കോമോട്ടീവ് പരിപാലിക്കുന്നത് എറണാകുളം ലോക്കോ ഷെഡാണ്. ഷെഡ് കോഡുകളും സീരിയൽ നമ്പറുകളും ഒരുമിച്ച് ചേരുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഓരോ എഞ്ചിനും അതിന്റെ അദ്വിതീയമായ പ്രവർത്തനപരമായ ചരിത്രം നൽകുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ സോണൽ റെയിൽവേകളെക്കുറിച്ചും അവയുടെ ആസ്ഥാനങ്ങളെക്കുറിച്ചും അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ?